السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. صدق الله مولانا العظيم. من كظم غيظا وهو يقدر على أن يمضيه دعاه الله تعالى يوم القيامة على رؤوس الخلائق حتى يخيره في أي الحور شاء. صدق رسول الله. പ്രിയമുള്ള സഹോദരന്മാരെ, നാവിൻ്റെ പാപങ്ങളിൽ നിന്നും 15ാമത്തെ പാപമായ ഏറ്റവും അധികം ഒരു മനുഷ്യന് നാശം വരുത്തുന്ന, സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുന്ന, ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കുന്ന, ശത്രുതയും പകയുമുണ്ടാക്കി തീർക്കുന്ന മഹാവിപത്തായ നാശമായ ഗീബത്ത്, പരദൂഷണത്തെക്കുറിച്ച്, അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച്, അതിൻ്റെ നാശങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, ശ്രോതാക്കളായ നിങ്ങൾ അത് നന്നായി മനസ്സിലാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ വിനീതന് മനസ്സിലാകുന്നത്. കാരണം ഓരോ ആഴ്ച ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പല സുഹൃത്തുക്കളും സഹോദരന്മാരും ഈ വിഷയത്തിലുള്ള സംശയങ്ങൾ ചോദിക്കാൻ വരുന്നുണ്ട്. സംശയമുണ്ടാകണമെങ്കിൽ കുറച്ചൊക്കെ മനസ്സിലാക്കണമല്ലോ. മാത്രമല്ല, ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഒന്നും മിണ്ടാൻ പറ്റൂല, പുറത്തിറങ്ങാൻ പറ്റൂല, വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും, എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട്. കൂട്ടത്തില് അനിവാര്യമായ ഘട്ടങ്ങൾ ഒന്നുമില്ലേ? ഒരിക്കലും ഒരാളെ കുറിച്ച് കുറ്റം പറയാൻ പാടില്ലെന്ന് പറയുമ്പോൾ അനിവാര്യമായ ചില സാഹചര്യങ്ങളിൽ അത് വേണ്ടി വരുമല്ലോ, അവിടെ ഇളവുണ്ടോ എന്ന് ചോദിച്ചവരും ഉണ്ട്. ഇൻഷാ അല്ലാഹ്, ഈ ഗീബത്ത് എന്ന വിഷയം സംസാരിച്ച് തീരുമ്പോൾ, അവസാനിക്കുമ്പോൾ ആ ഡൗട്ടുകളൊക്കെ, സംശയങ്ങളൊക്കെ തീരും. ഒരു ഭാഗം നമുക്ക് പറയാനുള്ളത് വിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം, അള്ളാഹുവിന്റെ നിയമം, വിശുദ്ധ ഇസ്ലാം ചില വേളകളിൽ പരദൂഷണം അനുവദിച്ചിട്ടുണ്ട്, മറ്റുള്ളവരുടെ കുറ്റം പറയാൻ അനുവദിച്ചിട്ടുണ്ട്. അതുകൂടി പറഞ്ഞു തീരുമ്പോൾ ആ വിഷയത്തിലുള്ള സംശയം ഇൻഷാ അല്ലാഹ് നമുക്ക് തീരും. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഭാഗം ഗീബത്തിന്റെ കാരണങ്ങൾ, ഗീബത്തിന്റെ പ്രചോദനങ്ങൾ, ഗീബത്തിന്റെ പരദൂഷണത്തിന്റെ പ്രേരണകൾ. ഈ കാരണങ്ങളും പ്രേരണകളും ഇല്ലാതെയാകുമ്പോൾ ഗീബത്തും ഇല്ലാതെയാകും. കാരണങ്ങൾ കൊണ്ടാണ്, ചില പ്രേരണകൾ കൊണ്ടാണ് അപരന്റെ കുറ്റം പറയുന്നത്. വെറുതെ ആരും ആരുടെയും കുറ്റം പറയൂല. എന്തിനാ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത്? അതിന്റെ പിന്നിൽ ഒരു കാരണം കാണും. ആ കാരണം ഇല്ലാതെയായാൽ ഗീബത്ത് പറയലും ഇല്ലാതെയാകും. അതുകൊണ്ട് ആ കാരണം നാം പഠിക്കുകയും കാരണത്തിൽ ചികിത്സിക്കുകയും ചെയ്താൽ ഗീബത്ത്, പരദൂഷണം എന്ന് പറയുന്ന നാവിന്റെ വിപത്തിൽ നിന്നും നമുക്ക് കരകയറാൻ സാധിക്കും. അതിന് കാരണമറിയണം. ഇഅ്ലം അന്നൽ ബവാഇസ അലൽ ഗീബത്തി കസീറത്തുൻ. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ, കുറവുകൾ പറയുന്നതിന്റെ കാരണങ്ങൾ വളരെ അധികമുണ്ട്. വളരെ കൂടുതൽ കാരണങ്ങൾ അതിന്റെ പിറകിലുണ്ട്.
ആ കാരണത്തിൽ നിന്ന് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു വിശ്വപ്രസിദ്ധ കിതാബായ ഇഹ്യയിൽ 11 കാരണങ്ങൾ വിവരിക്കുന്നുണ്ട്. ഗീബത്തിന്റെ പ്രചോദനങ്ങൾ, പ്രേരണകൾ 11 അതിൽ 8 കാരണം സാർവത്രികമായി എല്ലാവർക്കും ഉണ്ടാകുന്ന കാരണമാണ്. 3 കാരണം ആലിമീങ്ങൾക്കും നേതാക്കന്മാർക്കും മാത്രം ഉണ്ടാകുന്ന കാരണങ്ങളുമാണ്. 8 കാരണങ്ങൾ നമുക്ക് ആദ്യം പരിശോധിക്കാം. എല്ലാവരിലും സാധാരണയായി സാർവത്രികമായി മറ്റുള്ളവരുടെ കുറ്റം പറയാൻ കാരണമായേക്കാവുന്ന 8 കാരണങ്ങളിലൊന്ന് ഏറ്റവും അധികം ഗീബത്ത് പറയാനുള്ള കാരണം ഇതാണ്. 1, മറ്റുള്ളവന്റെ കുറ്റം പറയാൻ പ്രധാനമായ കാരണം 1, ദേഷ്യത്തിന്, വെറുപ്പിന്, കോപത്തിന് ശമനമുണ്ടാക്കാൻ വേണ്ടി കുറ്റം പറയാ. ഒരാളെ കണ്ണെടുത്താ കാണാൻ പാടില്ല, ഭയങ്കര ദേഷ്യാണ്. ഒരാളോട് വളരെ വലിയ വെറുപ്പാണ്, കണ്ടാൽ തന്നെ വെട്ടാൻ തോന്നും, അത്ര വെറുപ്പാണ്. ഈ വെറുപ്പിൽ നിന്ന്, ദേഷ്യത്തിൽ നിന്ന് ശമനം കിട്ടാൻ എന്താ മാർഗം? ഫഇന്നഹു ഇദാ ഹാജ വലബുഹു യസ്തഫീ ബിദിക്രി മസാവീഹി. വല്ലാത്ത ദേഷ്യം, നേരെ മുന്നിൽ ചെന്നൊരു 4 പൊട്ടിക്കല് കൊടുക്കാൻ ധൈര്യമില്ല. അങ്ങനെ ഒന്ന് ദേഷ്യത്തിന് സുഖം കിട്ടട്ടെ എന്ന് കരുതിയാല് അവനോട് ഏറ്റുമുട്ടാനുള്ള കെൽപ്പില്ല. എന്നാ മുന്നിൽ ചെന്നൊരു 4 ഡയലോഗ്, 4 വാക്കങ്ങോട്ട് പറഞ്ഞിട്ട് ഈ ദേഷ്യത്തെ ഒന്ന് ശമിപ്പിക്കാൻ നോക്കിയാൽ അതിനും ധൈര്യമില്ല. എന്നാ പിന്നെ എന്താ ചെയ്യാ? മനസ്സിലുള്ള ഈ രോഷാഗ്നി, ഈ ദേഷ്യത്തിന്റെ അഗ്നി ഒന്ന് അണക്കാൻ, ഈ ദേഷ്യം ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടി അവന്റെ അഭാവത്തിൽ, അവന്റെ അസാന്നിധ്യത്തിൽ, അവൻ ഇല്ലാത്ത നേരത്ത് അവന്റെ കുറ്റങ്ങനെ പറയുന്നേ. അപ്പൊ ഒരു സുഖം, വെറുപ്പിനൊരു സുഖം കിട്ടും അല്ലേ? فالحقد والغضب من البواعث العظيمة على الغيبة. ഇമാം ഗസാലി ഈ കാരണം പറഞ്ഞിട്ട് അടിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഫൽഹിഖദു വൽഗളബു, വിദ്വേഷവും വെറുപ്പും ദേഷ്യവുമൊക്കെ, മിനൽ ബവാഇസിൽ അലീമത്തി അലൽ ഗീബത്തി, ഗീബത്ത് ഏറ്റവും കൂടുതൽ പറയിപ്പിക്കുന്ന ഒരു കാരണമാണ്. അത്രത്തോളം വേറൊരു കാരണം ഉണ്ടാവില്ല അല്ലേ? വെറുപ്പുള്ളവരെയല്ലേ, നമുക്ക് ഇഷ്ടമില്ലാത്തവരെയല്ലേ, നമുക്ക് ദേഷ്യമുള്ളവരെയല്ലേ നാം കുറ്റം പറയാ അല്ലേ? ഇഷ്ടമുള്ളവരെ പറയൂലല്ലോ. ഇഷ്ടമുള്ളവരെ കുറ്റം കണ്ടാൽ തന്നെ കുറ്റായി തോന്നൂലല്ലോ. പിന്നെ എങ്ങനെ ഇഷ്ടമുള്ളവരെ കുറ്റം പറയാ? എന്നാൽ വെറുക്കപ്പെട്ടവർ, ദേഷ്യമുള്ളവർ, അവരിലെ നന്മകളും തിന്മകളായി, അവരിലെ നന്മകളെയും കുറ്റങ്ങളായി കാണുകയും അതൊക്കെ കുറ്റമായി അങ്ങനെ ഗീബത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊരു പ്രധാന കാരണമാണ്, ദേഷ്യം. ഇതിനെന്താ പ്രതിവിധി? ഒന്നാമത്തെ കാരണമായ പരദൂഷണത്തിന്റെ കാരണമായ ദേഷ്യത്തെ എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത്? ഈ ദേഷ്യത്തെ കടിച്ചു പിടിക്കന്നെ, ഈ ദേഷ്യത്തെ ഉള്ളിലിട്ട് ഒതുക്കന്നെ. ദേഷ്യം ഇല്ലാണ്ടാവൂല. ദേഷ്യം മനുഷ്യന്റെ നേച്ചറാണ്, അത് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. മരിക്കോളം കാണുന്നത്, മരിച്ച് റൂഹ് പിരിഞ്ഞാലേ അതും പോവുള്ളൂ ഈ ദേഷ്യം. അതിനെ ഉള്ളിലിട്ടൊതുക്കണം. അതാണ് ഖുർആൻ പറഞ്ഞത്. ദേഷ്യത്തെ നശിപ്പിക്കുന്നവൻ മുഅ്മിൻ എന്നല്ല പറഞ്ഞത്. അത് നശിക്കുവാൻ പോകുന്നില്ല, അതൊരിക്കലും ഇല്ലാതെയായി പോകൂല. ദേശത്തെ ഉള്ളിലിട്ടൊതുക്കുന്നവരാണ് മുത്തഖി ഭക്തന്മാർ, അവരാണ് മുഹ്സിനീങ്ങൾ, നല്ല മനുഷ്യന്മാര്. ഭക്തരാരാ? മുത്തഖീങ്ങൾ ആരാണെന്ന് പറഞ്ഞിടത്ത്, തഖ്വയുള്ളവർ ആരാണെന്ന് പറഞ്ഞിടത്ത്, മുത്തഖികളുടെ സ്വഭാവ ഗുണങ്ങൾ പറഞ്ഞിടത്ത്, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ, ക്ഷേമത്തിലും ക്ഷാമത്തിലും ദാനം ചെയ്യുന്ന ആളുകൾ, അല്ലാഹു കൊടുത്ത സ്വത്ത് വ്യയം ചെയ്യുന്ന ആളുകൾ. 1 വൽ കാളിമീനൽ ഗൈള, ദേഷ്യത്തെ കടിച്ചു പിടിക്കുന്ന ആളുകൾ. കടിച്ചു പിടിക്കുക എന്നാ പറഞ്ഞത്, ഉള്ളിലിട്ട് ഒതുക്കുന്ന ആളുകൾ.
വല്ലഅഫീന അനിന്നാസ്, ജനങ്ങളോട് മാപ്പ് കാണിക്കുന്നവർ, ജനങ്ങളോട് പൊറുക്കുന്നവർ. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, ഇത്തരം നന്മയുള്ളവരെ അല്ലാഹ്ക്ക് ഇഷ്ടമാകുന്നു. ഇത്തരം നന്മയുള്ളവരെയാണ് അല്ലാഹ് ഇഷ്ടപ്പെടുക. അല്ലാഹുവിന്റെ ഇഷ്ടമല്ല വേണ്ടത്. അതുകൊണ്ട് കാളിമീനാകണം. അതുപോലെ തന്നെ പിന്നുള്ള ചികിത്സ എന്താണ്? ഒരാളോട് ദേഷ്യം വരുമ്പോ അവന്റെ കുറ്റം പറയാൻ ഈ ദേഷ്യം പ്രേരിപ്പിക്കും. പറയടാ, പറയ്, അവന്റെ കുറ്റം പറയ് എന്ന് നമ്മുടെ ഉള്ളിലുള്ള ദേഷ്യം നമുക്ക് പ്രേരണ തരും. ആ പ്രേരണ തരുമ്പോൾ മനസ്സിനോട് വഴന്നു പറയാ. ആർക്കാപ്പ് നിനക്ക് ആ നേരം ഒഴിവുണ്ടാകുക? ദേഷ്യം പിടിച്ച സ്വന്തത്തോട് വഴന്നറിയാൻ ഒഴിവുണ്ടാവുമോ? പക്ഷെ ഈമാൻ ഉണ്ടെങ്കിൽ ഉണ്ടാവും. ഈമാൻ അകത്ത് അല്പെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാവും. സ്വന്തത്തോട് വഴന്നു പറയാ. മറ്റുള്ളവരുടെ കുറ്റം, ദേഷ്യം പറയാൻ പ്രചോദനം നൽകുമ്പോൾ, പ്രേരണ നൽകുമ്പോൾ, നിന്റെ ശത്രുവാണല്ലോ അവൻ, അവന് നിന്നെ കണ്ടുകൂടാ, അവൻ നിന്നെ തകർക്കാൻ നടക്കാണ്, അതുകൊണ്ട് നീ അവന്റെ കുറ്റം പറയൂ എന്ന് ദേഷ്യം നമ്മോട് പ്രോത്സാഹനം നൽകുമ്പോൾ, നമ്മോട് നിർദ്ദേശം നൽകുമ്പോൾ, മനസ്സിനോട് വഴന്നു പറയാ, സ്വന്തത്തോട് പറയാ. എന്താ പറയാ? ഇന്നി ഇദാ അംലൈതു വലബി അലൈഹി ഫലഅല്ലല്ലാഹ യുംലി വലബഹു അലയ്യ ബിസബബിൽ ഗീബതി ഇദ് നഹാനി അൻഹാ എന്ന് വഴന്നു പറയാ. ഇന്നി ഇദാ അംലൈതു വലബി അലൈഹി, എനിക്ക് അവനോട് ദേഷ്യമുണ്ട്, ശരിയാണ്. ആ ദേഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവനെ കുറ്റം പറഞ്ഞാൽ, ഞാൻ അവനെ ഗീബത്ത് പറഞ്ഞാൽ, ഫലഅല്ലല്ലാഹ യുംലി ഗളബഹു അലയ്യ, അല്ലാഹുവിന്റെ ദേഷ്യം എന്റെ മേൽ അല്ലാഹ് എടുക്കും. ഞാൻ എന്റെ ദേഷ്യം അവന്റെ നേരെ ചെലവാക്കിയാല് അല്ലാഹുവിന്റെ ദേഷ്യം അവൻ എന്റെ നേരെ ചെലവാക്കും. കാരണം ബിസബബിൽ ഗീബതി ഇദ് നഹാനി അൻഹാ, പരദൂഷണം അല്ലാഹു അവന്റെ കിതാബിൽ വിലക്കിയതാണ്. പച്ചമാംസം ശവം തീറ്റയെന്ന് പഠിപ്പിച്ചതാണ്. ആ പണി എന്റെ ദേഷ്യം ശമിക്കാൻ വേണ്ടി ഞാൻ ചെയ്താൽ അല്ലാഹു എന്നോട് ദേഷ്യപ്പെടും. ഞാൻ എന്റെ ദേഷ്യം പുറത്തെടുത്താല് പടച്ച റബ്ബിന്റെ ദേഷ്യം എനിക്ക് നേരെ അവൻ പുറത്തെടുക്കും. ഇത് സ്വന്തത്തോട് പറയാ. നേരെ മറിച്ച് ഞാനിത് കടിച്ചു പിടിച്ച് ഞാൻ അവന്റെ കുറ്റം പറയാതെ, ഞാൻ അവന്റെ ഗീബത്ത് പറയാതെ ക്ഷമിച്ചാൽ അല്ലാഹു എന്നെ ആദരിക്കും. അല്ലാഹു എന്നെ ആദരിക്കും. ഈ വിഷയത്തിൽ വന്ന ഹദീസൊക്കെ മനസ്സിലൊന്ന് ഓർക്കുക. അതിന് ഹദീസ് അറിയണം. ദേഷ്യത്തെ ഒതുക്കിയാലുള്ള നേട്ടം, അതിനെ തുറന്നു വിട്ടാലുള്ള കോട്ടം, അതിനെക്കുറിച്ചൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ദേഷ്യം എന്ന വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇന്നലി ജഹന്നമ ബാബാ, ജഹന്നമിന് ഒരു കവാടമുണ്ട്, നരകത്തിന് ഒരു എൻട്രൻസ് ഉണ്ട്, ഒരു വാതിലുണ്ട്. ലാ യദ്ഖുലു മിൻഹു, ആ വാതിലിലൂടെ പ്രവേശിപ്പിക്കപ്പെടുന്നവർ ഒരു വിഭാഗം മാത്രമാണ്. ആരാണ് ആ കൂട്ടര്? ഇല്ലാ മൻ ശഫാ വളബഹു ബിമഅസിയത്തില്ലാഹ്, ഹറാമായ കാര്യത്തിൽ ദേഷ്യം പ്രകടിപ്പിക്കുന്ന ആളുകൾ. ദേഷ്യം വരുമ്പോഴാണല്ലോ തെറി പറയാ, ദേഷ്യം വരുമ്പോഴാണല്ലോ ഗീബത്ത് പറയാ, ദേഷ്യം വരുമ്പോഴാണല്ലോ അടിപിടി കൂടുക അല്ലേ, ദേഷ്യം വരുമ്പോഴാണല്ലോ ഏഷടി കൂട്ടുക. ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ദേഷ്യത്തിന് വശംവദനായി ചെയ്യുന്ന കൂട്ടര്, ദേഷ്യം കൊണ്ട് പരദൂഷണം പറയുന്ന ആൾക്കാര്, ദേഷ്യം കാരണം തെറി പറയുന്ന ആളുകള്, അവർക്ക് വേണ്ടി ജഹന്നമിന് പ്രത്യേക ഒരു വാതില്. ഈ എല്ലാ കുറ്റവാളികളും പോകുന്ന കൂട്ടത്തിൽ ഇവർക്ക് അവരെ തടസ്സം വേണ്ടാന്ന് കരുതിയിട്ട് ഈ ഗ്രൂപ്പിനായിട്ട് അള്ളാഹു ഒരു വാതിൽ സംവിധാനിച്ചു വെച്ചിരിക്കുന്ന. ഇല്ലാമൻ ശഫാ വൈലഹു ബിമഅസിയത്തില്ലാഹ്, ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആ വാതിലിലൂടെ ഒന്നും നമുക്ക് പോണ്ട. ആ വാതിലിലൂടെയുള്ള പ്രവേശനമൊക്കെ നമുക്ക് ഇല്ലാതെ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ കുറച്ച് ഈ ദേഷ്യത്തെ ഒന്ന് ഒതുക്കണം. ഒതുക്കിയാലോ? മൻ കലമ വൈലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മൻ കലമ വൈലാ, ഒരാൾ ദേഷ്യത്തെ കടിച്ചു പിടിച്ചു.
എങ്ങനെ? വഹുവ യഖ്ദിറു അലാ അൻ യുംലിയഹു, ആ ദേഷ്യം ചിലവാക്കാൻ അവന് കഴിയും, ആ ദേഷ്യം പ്രകടിപ്പിക്കാനുള്ള കരുത്ത് അവനുണ്ട്. എനിക്ക് ദേഷ്യം പിടിച്ചു, ആരോട്? പ്രധാനമന്ത്രിയോട്. മിണ്ടാതിരിക്കാനല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ നാട്ടിലെ വലിയൊരു കേമൻ, പണുണ്ട്, പ്രതാപമുണ്ട്, ശക്തിയുണ്ട്, അയാളോട് എനിക്ക് ഭയങ്കര ദേഷ്യ. പക്ഷെ ഇത് ചെലവാക്കാൻ പറ്റണ്ടേ? ഇത് ഉള്ളിലിടുക എന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ഇങ്ങനെയല്ല, ആ കോപം പ്രകടിപ്പിക്കാനുള്ള കഴിവവനുണ്ട്, അതിനുള്ള വഴി അവനുണ്ട്, അതിന് അവൻ സാധിക്കുന്നുണ്ട്. എന്നിട്ടും എന്ന് വെച്ചാൽ തന്നെക്കാൾ താഴെയുള്ളവനോടാണ് ദേഷ്യം പിടിച്ചത്, അല്ലെങ്കിൽ തന്റെ കൊക്കിൽ ഒതുങ്ങുന്ന, തന്റെ വരുതിയിൽ ഒതുക്കി നിർത്താൻ പറ്റുന്ന ആളോടാണ് ദേഷ്യം പിടിച്ചത്. അപ്പൊ അത് പ്രയോഗിക്കാൻ പറ്റും, ഒരു പൊട്ടിക്കലും എടുക്കാൻ പറ്റും, ഒരു തെറി പറയാൻ പറ്റില്ല, ഈ കുറ്റം പറയാൻ പറ്റും, എല്ലാം പറ്റും. ഇങ്ങനെ സാധിച്ചിട്ടും ആ ദേഷ്യം പ്രകടിപ്പിക്കാൻ അവന് അവസരമുണ്ടായിട്ടും പടച്ചവനെ ഓർത്തുകൊണ്ട് അവനങ്ങ് സബൂറാക്കിയാൽ, അവനങ്ങ് കടിച്ചു പിടിച്ചാൽ, അന്ത്യനാളിൽ ഈ വ്യക്തിയെ അല്ലാഹു മാനവ മക്കൾക്കിടയിൽ നിന്ന് വിളിക്കും. അബ്ദുറഹ്മാൻ ഇങ്ങോട്ട് വരട്ടെ, മുഹമ്മദ് ഇങ്ങോട്ട് വരട്ടെ, അല്ലാഹു ലോക ജനതയിൽ നിന്ന് വിളിക്കും. വിളിച്ചിട്ട് എന്താ? നിനക്ക് സ്വർഗത്തിലെ ഏത് മണിമാളിക വേണം, സ്വർഗത്തിലെ ഏത് കൊട്ടാരം വേണം, സ്വർഗത്തിലെ ഏത് കട്ടിൽ വേണം, എന്തിനധികം ഹത്താ യുഖയ്യിറഹു, അവന് സെലക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കും. ഫീ അയ്യിൽ ഹൂരി ശാഅ, ഏത് സ്വർഗ വനിതയെയാണ്, ഏത് സ്വർഗീയ ഹൂറിയെയാണ് നിനക്ക് വേണ്ടത്, ഇഷ്ടമുള്ളത് എടുക്കാനുള്ള സ്വാതന്ത്ര്യം മാനവ മക്കൾക്കിടയിൽ നിന്ന് അവനെ വിളിച്ചുകൊണ്ട് അല്ലാഹു നൽകും. അതിനെന്ത് വേണം? കുറച്ച് പരാണ്. യുദ്ധത്തിന് പോകാൻ പരല്ല കേട്ടോ, അതൊരാവേശത്തിൽ അങ്ങോട്ട് പോകാം, വാളും കുന്തൊക്കെ എടുത്തിട്ട്. ഏത് ഇത് രോഷാഗ്നി ഇങ്ങോട്ട് പൊങ്ങുമ്പോ, ദേഷ്യം ഇങ്ങോട്ട് പിടിക്കുമ്പോ അവനെ ഒതുക്കുക എന്ന് പറഞ്ഞാല് അല്ല, അവനാണുള്ള ശക്തൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തൻ ആരാ? ബദറിന് പോയവനല്ല, ഉഹുദിന് പോയവനല്ല, യുദ്ധത്തിന് ഇറങ്ങിയവൻ അവൻ അല്ല. ലൈസ ശദീദു ബിസുർഅ, ഗുസ്തി പിടിച്ച് അപരനെ മലർത്തിയെടുക്കുന്നവനും അല്ല മല്ലൻ. നബി പറഞ്ഞല്ലോ. പിന്നെ അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, ദേഷ്യം വരുമ്പോ മിണ്ടാണ്ടിരിക്കാൻ ആർക്കാണോ പറ്റുന്നത് അവനാണ് ലോകത്തെ ഏറ്റവും വലിയ ശക്തനെന്ന് നബിയുനാ മുഹമ്മദുൻ. പ്രയാസാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതിന് വളരെ പ്രയാസാണ്. ഈ പ്രയാസം അനുഭവിച്ചാലോ, ഈ പ്രയാസം തരണം ചെയ്തിട്ട് പിടിച്ചു നിർത്തി അവനുള്ള നേട്ടാണ് ഈ പറഞ്ഞത്. അവനാണ് മുത്തഖി. നബി തങ്ങൾ പറഞ്ഞു, മനിത്തഖാ റബ്ബഹു, ഏതൊരുവൻ അവന്റെ നാഥനെ സൂക്ഷിക്കുന്നു എങ്കിൽ, ഏതൊരുവൻ അവന്റെ നാഥന്റെ കാര്യത്തിൽ ഭയമുള്ളവനാണെങ്കിൽ അവന്റെ നാവ് അവൻ ഒതുക്കി നിർത്തും. വലം യശ്ഫി ഗൈലഹു, ഒരിക്കലും ദേശത്തിനനുസരിച്ച് അവൻ സംസാരിക്കൂല. വഹയിന്റെ ഇൽമില്, അല്ലാഹു നബിമാർക്ക് കൊടുത്ത ഇൽമില് കാണാം, യബ്ന ആദം, ആദമിന്റെ മക്കളെ, മനുഷ്യവർഗമേ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അള്ളാന്റെ വസിയത്ത്. നബിമാർക്കൊക്കെ അല്ലാഹു വഹി കൊടുത്തത്, അല്ലയോ മനുഷ്യ വിഭാഗമേ, യബ്ന ആദം ഉദ്കുർനി ഹീന തഗ്ലബ് അദ്കുറുക ഹീന അഗ്ലബ്. ഉദ്കുർനി, നിങ്ങൾ എന്നെ ഓർക്കണം. പടച്ചോൻ പറയാൻ, നിങ്ങൾ എന്നെ ഓർക്കണം. ഹീന തഗ്ലബു, നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോ, നിങ്ങളുടെ രോഷം ഉള്ളിൽ ആളിക്കത്തുമ്പോൾ നിങ്ങൾ എന്നെ ഓർക്കണം. എന്നാൽ എന്താ നേട്ടം എന്നറിയോ? അദ്കുറുക ഹീന അഗ്ലബു, എനിക്ക് ദേഷ്യം വരുമ്പോ നിങ്ങൾ ഞാൻ ഓർക്കുന്നു. അള്ളാഹ്ക്ക് എപ്പോഴാ ദേഷ്യം വരിക? ഈ പാപങ്ങളുടെ ഭാണ്ഡക്കെട്ടുമായി പടച്ച റബ്ബിന്റെ കോടതിയിൽ പ്രതിക്കൂട്ടിൽ കയറി നിൽക്കുമ്പോ അള്ളാഹ്ക്ക് നമ്മളോട് ദേഷ്യം പിടിക്കുന്ന സമയാണത്. ആ സമയത്ത് അള്ളാഹ് നമ്മെ ഓർത്തുകൊണ്ട് അള്ളാഹു നമുക്ക് ഇളവ് തരണമെങ്കിൽ, മനുഷ്യവർഗമേ, നിങ്ങൾക്ക് അപരന്മാരോട് മറ്റുള്ളവരോട് ദേഷ്യം പിടിക്കുമ്പോ നിങ്ങൾ എന്നെ ഓർക്കുക, എന്നെ ഓർക്കുക, പടച്ചോനെ ഓർക്കുക. ഓർത്താൽ നിങ്ങളെ ഞാനും ഓർക്കും എനിക്ക് ദേഷ്യം പിടിക്കുമ്പോ. വലിയൊരു പോയിന്റാണിത്. ഈ പാഠമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ഈ സന്ദേശമൊക്കെ നമ്മുടെ ഖൽബിന്റെ അറയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈമാനുള്ള മുഅ്മിനിന് പിടിച്ചു നിൽക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ദേഷ്യം ഇതിനെ ഒതുക്കാനുള്ള മാർഗമാണ് പറഞ്ഞത്, അതിനുള്ള മരുന്നാണ് പറഞ്ഞത്.
സ്വന്തത്തോട് വഴന്നു പറയാ, നബി തങ്ങൾ ഇക്കാര്യത്തിൽ പറഞ്ഞ ഹദീസൊക്കെ ഓർക്കുക, അപ്പൊ ഒരു സമാധാനം കിട്ടും. അപ്പൊ ഈ ദേഷ്യം കൊണ്ടുള്ള ഗീബത്തിന് ശമനം കിട്ടും. ഒന്നാമത്തെ കാരണം ദേഷ്യം. 8 കാരണങ്ങളിൽ രണ്ടാമത്തെ കാരണമേതാ? മുവാഫഖത്തുൽ അഖറാൻ വമുജാമലത്തുർ റുഫഖാ വമുസാഅദതുഹും അലൽ കലാം. രണ്ടാമത്തെ പരദൂഷണത്തിന്റെ കാരണം, പ്രചോദനം, പ്രേരണ. അതെന്താ? മുവാഫഖത്തുൽ അഖറാൻ, തന്റെ സമപ്രായക്കാരോട് യോജിക്കാൻ വേണ്ടി, വമുജാമലത്തുർ റുഫഖാ, സ്നേഹിതന്മാരെ മൊഞ്ചാക്കാൻ വേണ്ടി, ഫ്രണ്ട്സിനെ മാനിക്കാൻ വേണ്ടി, കൂട്ടുകാരെ മാനിക്കാൻ വേണ്ടി, വമുസാഅദതുഹും അലൽ കലാം, അവരോട് സംസാരത്തിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഗീബത്ത് പറയാ. ഇതും ഒരു പ്രധാന കാരണ. ഒരു സഭയിൽ ചെന്നെത്തി, ഒരു സഭയിലപ്പ നമ്മളുള്ളത്, ആ സഭയിൽ ഇരിക്കുമ്പോ ഒരു കോണിൽ നിന്ന് പച്ചർച്ചി തീറ്റ തുടങ്ങി.